ഇന്ന് നമുക്കൊരു വെറൈറ്റി സ്റ്റൈലിൽ ചിക്കൻ കറി എങ്ങനെയാണ് ഈസിയായി ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഈ ഒരു ജാറിലോട്ട് 3 സവാള, 2 തക്കാളി ചോപ്പ് ചെയ്ത് ചേർക്കാം. ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയൊരു തരിപ്പോട് കൂടി അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു പാനിലോട്ട് ആവശ്യത്തിന് ഓയിൽ ചേർക്കണം. എന്നിട്ട് ഈ അടിച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് നല്ല രീതിയിൽ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് റോസ്റ്റ് ചെയ്യുന്ന രീതി അനുസരിച്ചാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ചിക്കൻ കറി ഉണ്ടാക്കാൻ ഇത്തിരി പാടായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഇത് മാത്രമാണ്. ഇത് റോസ്റ്റായി വരാൻ കുറച്ച് സമയമെടുക്കും. നമുക്കപ്പോൾ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഈ പരുവത്തിൽ റോസ്റ്റായിട്ട് വരുമ്പോൾ ഇതിൽ പൊടികൾ ഇട്ട് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അര ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പച്ചമണം മാറുന്ന വരെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലയൊക്കെ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇളക്കാനുള്ളത്. ഇനി ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ഒന്നുകൂടെ നന്നായിട്ട് വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർക്കുക. ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പാനിൽ ഓയിൽ ചേർക്കാം. ഇനി ഇതിലോട്ടൊരു പകുതി സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് ഒന്ന് 1 മിനിറ്റത്തേക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് നിറം മാറാനൊന്നും നിൽക്കേണ്ട, ജസ്റ്റ് 1 മിനിറ്റ് വഴറ്റിയാൽ മതിയാകും. ഇനി ഇതിലോട്ട് 2 വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ വഴറ്റി വച്ചിരിക്കുന്ന ഉള്ളി ഈ ചിക്കനിലോട്ട് ചേർക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ ചിക്കനിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതിനാണ് നമ്മളിങ്ങനെ ചേർക്കുന്നത്. ഇങ്ങനെ നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ എനിക്ക് കുറച്ച് പാടായിട്ട് തോന്നിയത് ആ സവാളയും തക്കാളിയും വഴറ്റുന്ന ഒരു പ്രൊസീജിയർ മാത്രമാണ്. അത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ തക്കാളിയും സവാളയും വഴറ്റാനുള്ള ക്ഷമ മാത്രം നമുക്കുണ്ടായിരുന്നാൽ മതി. റെസിപ്പി എനിക്ക് ഷീബാസ് കിച്ചൺ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയതാണ്. എനിക്ക് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടൊരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതാണ് നിങ്ങളുമായിട്ട് ഞാൻ ട്രൈ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചാനൽ സെർച്ച് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല കൊഴുത്ത ചാറോട് കൂടിയുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് ഞാൻ കോംബോ ചേർക്കുന്നത്. നല്ല ഫ്രൈഡ് റൈസും ഈ കറിയും കൂടെ ചേർത്ത് നമുക്ക് കഴിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.